Good morning. Good morning. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ? ക്ലിയർ ഓക്കെ ആണോ നോക്കിയേ? യെസ്, ഓക്കെ ആണല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്തായിരുന്നോ? ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ വരുന്നുള്ളൂ ക്ലാസ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അന്ന് തന്നെ ക്ലാസ് എടുക്കുന്നത് വായിച്ചു പോകണം. പിന്നെ അതുപോലെ രാവിലെയും ഇതിപ്പോ നമുക്ക് എന്താ പറയാ, ക്ലാസ്സിന്റെ അന്നും രാവിലെ നിന്ന് വായിച്ചിട്ട് വേണം കേട്ടോ ക്ലാസ്സിലേക്ക് ഇരിക്കാനായിട്ട്. അപ്പൊ ഒരു ക്ലാസ്സേ വരുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ. ഫസ്റ്റ് എന്താ പറഞ്ഞത്? കോൺസെപ്റ്റ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലെ. എന്താണ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള ഒരു ആശയം. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നേച്ചർ ആണ് അല്ലെ. റിക്രൂട്ട്മെന്റിന്റെ നേച്ചർ. പോയിന്റ്സുകളൊക്കെ വായിച്ചു നോക്കിയതല്ലേ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ്? ഓക്കെ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ബിസിനസ് ഗ്രോത്ത്. എന്താണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്? എന്താണ് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഗ്രോത്ത് അല്ലെ. ബിസിനസ് വളരുന്നതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യണം? അവിടെ റിക്രൂട്ട്മെന്റ് നടക്കണ്ടേ? വേണ്ടേ? ഓക്കെ, നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം കേട്ടോ. റിക്രൂട്ട്മെന്റ് ഈസ് അൺഅവോയ്ഡബിൾ ഫോർ ദ ബിസിനസ് ടു ഗ്രോ. ഒരു ബിസിനസ് നമ്മൾ വളരുന്നതിന് നമുക്ക് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന കാര്യം അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. അതായത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് പുതിയ പുതിയ സ്റ്റാഫുകൾ അവിടെ നിയമിക്കണം അല്ലെ. റിക്രൂട്ട്മെന്റ് ഈസ് അൺഅവോയ്ഡബിൾ ഫോർ ദ ബിസിനസ് ടു ഗ്രോ സിൻസ് എ ബിസിനസ് which is recruiting indicates its growth. അണ്ടർലൈൻ ചെയ്തിട്ടെ, ഒരു ബിസിനസ്സില് നമ്മൾ റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത്, ഒരു നിയമനം എന്ന് പറയുന്നത് എന്തിനെയാണ് അവിടെ കാണിക്കുന്നത്? ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഗ്രോത്ത്. അതിന്റെ വളർച്ചേനെയാണ് കാണിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്? ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലേ. അപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ വളരുന്നെങ്കിൽ മാത്രം അവിടെ റിക്രൂട്ട് ചെയ്താൽ മതി അല്ലെ. ആ സ്ഥാപനത്തിന് ഒരു പുരോഗതിയിൽ അങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു ഓർഗനൈസേഷൻ വളരുന്നതിന്റെ അനുസരിച്ച് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് അല്ലെ. സിൻസ് എ ബിസിനസ് which is recruiting indicates its growth. Recruiting എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. Also require skills for the next stages of business development and the current skill set required can be attained only by recruiting efficient employees. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷൻ വളരുന്നതിന് അനുസരിച്ച് പുതിയ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് അല്ലെ. അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയെ കാണിക്കുന്നതാണ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. ഇനി അതിന് എന്ത് വേണം? റിക്വയർഡ് ആയിട്ടുള്ള അല്ലെ, അതിനാവശ്യമായിട്ടുള്ള സ്കിൽസ് ഉള്ള ആളുകള്. അതായത് ഓർഗനൈസേഷൻ വളരുന്നതിന്റെ അനുസരിച്ച് അതിനനുയോജ്യമായിട്ടുള്ള കഴിവുള്ള ആളുകൾ വേണ്ടേ അല്ലെ. പുതിയ പുതിയ ഇതിലേക്ക് നമ്മള് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കഴിവുള്ള ആളുകളെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. And the current skill set required can be attained. എങ്ങനെ നമുക്ക് ആ ഒരു സ്കില്ലിലേക്ക് എത്താൻ പറ്റുള്ളൂ? Only by recruiting efficient employees. ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ? ആ കറണ്ട് സ്കില്ല് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ അടുത്ത സ്റ്റേജിലേക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുള്ള ആളുകളെ എങ്ങനെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും? ഏതിലൂടെ? എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? ബൈ റിക്രൂട്ടിംഗ് എഫിഷ്യന്റ് എംപ്ലോയീസ്. എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ.
ക്ലിയർ അല്ലേ അത്? അല്ലേ? ഓക്കെ. Then, for example, കുറച്ചും കൂടി ക്ലിയർ ആവാനായിട്ട് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നോക്കിയേ, purchasing and selling on the internet is one of the growth areas that are encouraged the organization to bring in web designers and specialists in information technology, that is e-commerce. E-commerce എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ് കേട്ടോ. ഓൺലൈൻ വ്യാപാരം. നമ്മളിപ്പോ ഓൺലൈനിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ വാങ്ങണ്ടേ, പർച്ചേസിങ് സെല്ലിംഗ് ഒക്കെ നടക്കുന്നില്ലേ ഓൺലൈനായിട്ട്? അപ്പൊ ഇവിടെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നത് വെബ് ഡിസൈനർമാരെയും ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള സ്പെഷ്യലിസ്റ്റിനെയും, ആരൊക്കെയാണ്? വെബ് ഡിസൈനേഴ്സ്മാരെയും ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള സ്പെഷ്യലിസ്റ്റ് ആളുകളെയും ഒരു ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് എൻകറേജ് ചെയ്തത്, പ്രോത്സാഹിപ്പിച്ചത് എന്താണ്? ആ ഒരു മേഖലയില് ഏതാണ്? അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയുള്ള സെല്ലിങ്ങും പർച്ചേസിങ്ങും വന്നത് കൂടിയല്ലേ? അല്ലേ? ഇപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിന് വേണ്ട അവിടെ, അല്ലെ? എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷൻ പുതിയ എംപ്ലോയീസ്, അതായത് വെബ് ഡിസൈനേഴ്സിനെയും ഇൻഫർമേഷൻ ടെക്നോളജിയിലെ സ്പെഷ്യലിസ്റ്റിനെയും ആ ഒരു ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞ എന്താണ്? ഓൺലൈൻ ആയിട്ടുള്ള പർച്ചേസിങ് സെല്ലിംഗ് വന്നത് കൊണ്ട്, അല്ലെ? ഇന്റർനെറ്റിലെ പർച്ചേസിങ് സെല്ലിംഗും വന്നത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ ആ ഓർഗനൈസേഷനിലെ ആ ഒരു ഏരിയയില് ഗ്രോത്ത് വന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ആ ഒരു ഓർഗനൈസേഷൻ അങ്ങനെയുള്ള എംപ്ലോയീസിനെ ആ ഒരു സ്ഥാപനത്തിലേക്ക് എടുക്കാനായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്തത്? പ്രോത്സാഹിപ്പിച്ചത്, അല്ലെ? അവർക്കുടെ ആവശ്യം വന്നു, അതുകൊണ്ട് അവരെ റിക്രൂട്ട് ചെയ്തു. ക്ലിയർ ആയോ? ഓൺലൈൻ പർച്ചേസിങ് സെല്ലിംഗ് വന്നത് കൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്തു? അതില് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതില് കൂടുതൽ സ്കിൽസ് ഉള്ള എംപ്ലോയീസിനെ അവർ ആ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്തു, അല്ലെ? ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നത് കൊണ്ടാണ് ഇവരെ എന്ത് ചെയ്തത്? വെബ് ഡിസൈനേഴ്സിനെയും ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള സ്പെഷ്യലിസ്റ്റിനെയും ആ ഒരു ഓർഗനൈസേഷനിൽ റിക്രൂട്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ബിസിനസ് ഗ്രോത്ത്. ഓക്കെ. ബിസിനസ് വളരുന്നതിനനുസരിച്ച് കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കൊണ്ടുവരാൻ എന്താണ് ഓർഗനൈസേഷൻ ചെയ്ത ഒരു കാര്യമാണ് ഏത്? റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത് അതിന്റെ വളർച്ചയെ കാണിക്കുന്നു. രണ്ടാമത്തേതാണ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ. ഫില്ലിംഗ് വേക്കൻസീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റാഫ് ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? കുറവ്, അല്ലെ? സ്റ്റാഫിന്റെ കുറവ്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? എംപ്ലോയീസ് ലിവിംഗ് ദ എംപ്ലോയീസ് ലീവ് എംപ്ലോയീസിന്റെ കമ്പനി, അല്ലെ? ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എംപ്ലോയീസ് അവര് മാറുന്നതിനെയാണ് അല്ലെങ്കിൽ അവര് ഒഴിഞ്ഞു പോകുന്നതിനെയാണ് സ്റ്റാഫ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പൊ അതായത് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട്, അല്ലെ? ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എല്ലാ കാലവും നിൽക്കണമെന്നില്ല, അല്ലെ? ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നില്ല, ഇടയ്ക്ക് വെച്ച് അവർ പൊഴിഞ്ഞു പോകും. അത് പല റീസൺസ് ഉണ്ട്, അല്ലെ? നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിലേക്ക് ചെല്ലുമ്പോൾ, ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ 1-2 ദിവസം പോയപ്പോൾ ചിലപ്പോൾ യാത്രയിൽ ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, ഇനി അവര് പറഞ്ഞ സാലറിയിൽ എന്തെങ്കിലും വ്യത്യാസം വരാം. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹയർ സ്റ്റഡീസ്, ഇനി ഒരു കുറച്ചും കൂടി പഠനത്തിന് നമ്മൾ പോകേണ്ടി വരാം. അപ്പൊ ചിലപ്പോ നമുക്ക് ആ ഒരു ജോലി വേണ്ടാന്ന് വെക്കേണ്ടി വരും, അല്ലെ? അങ്ങനെ പല കാരണങ്ങളുണ്ട് സ്റ്റാഫിന്റെ ടേൺ ഓവർ വരാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ എന്ത് വേണം? റിക്രൂട്ട്മെന്റ് വേണം. വേണ്ടേ? എവറി ബിസിനസ് ഫേസസ്, സെന്റൻസ് ഒന്ന് നോക്കിയേ. എവറി ബിസിനസ് ഫേസസ് സ്റ്റാഫ് ടേൺ ഓവർ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. എല്ലാ ബിസിനസ്സും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റാഫ് ടേൺ ഓവർ. എല്ലാ ഓർഗനൈസേഷനിലും നടക്കാറില്ലേ? അല്ലേ? ഇപ്പൊ നമ്മൾ വന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും എല്ലാ കാലം നിൽക്കണമെന്നില്ല അവിടെ, അല്ലെ? എല്ലാ ബിസിനസ്സിനും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റാഫ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ടൈമില് സ്റ്റാഫുകൾ കൊഴിഞ്ഞു പോകാം അവിടെ നിന്ന്. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. നോക്കിയേ. ചെയിൻ സ്റ്റോർസ് ലൈക്ക് Sainsbury's and ASDA have an ongoing recruitment process
ഫോർ എന്തിനാണ്? അപ്പൊ സെയിൻറ്റ്മറീസ് ആൻഡ് ASDA എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ആയിട്ടുള്ള ബ്രിട്ടീഷ് സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ് കേട്ടോ. അത് ബ്രിട്ടീഷ് സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ് സെയിൻറ്റ്മറീസ് ആൻഡ് ASDA എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യാണ്? അവരെന്ത് ചെയ്യാണ്? ഓൺ ഗോയിങ് റിക്രൂട്ട്മെന്റ് പ്രോസസ്, അതായത് അവര് റിക്രൂട്ട്മെന്റ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് റിക്രൂട്ട്മെന്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്റ്റാഫുകള് പോകുന്നതിന്റെ അനുസരിച്ച്, അല്ലെങ്കിൽ അവരെന്താണ് ഓരോ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓൺ ഗോയിങ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ എന്തിനു വേണ്ടി? കാർ പാർക്കിംഗ് അറ്റൻഡൻസ്, ചെക്ക്ഔട്ട് സ്റ്റാഫ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്, മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സ്, ചെക്ക്ഔട്ട് സ്റ്റാഫ്, കാർ പാർക്കിംഗ് അറ്റൻഡൻസ് എന്നീ പൊസിഷനിലേക്ക് അവര് ഇപ്പോഴും റിക്രൂട്ട്മെന്റ് ഓൺഗോയിങ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇതിനൊരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഫില്ലിംഗ് വേക്കൻസീസ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ എന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. People will have a numerous reason to leave the jobs. പല കാരണങ്ങൾ ഉണ്ടാവാം ആളുകള് ഒരു ജോലിയിൽ നിന്ന് പോകുന്നതിന്, അല്ലെ, ലീവ് ചെയ്യുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. ഇവിടെ എക്സാമ്പിൾ ഏതാ? ഹയർ സ്റ്റഡീസ്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ജോലിയിൽ അങ്ങനെ മാറിയിട്ടുണ്ടോ? കുറച്ചും കൂടി ഹയർ സ്റ്റഡീസ് വരുമ്പോൾ ഏതെങ്കിലും താൽക്കാലികമായ ഒരു ജോലിയിലേക്ക് കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്, ലീവ് ചെയ്യുന്നത്, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കണമെന്നുള്ളൂ കേട്ടോ. ഇല്ല. ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവർ ആ ജോലി ജസ്റ്റ് കയറിയതായിരുന്നു. അപ്പോഴായിരിക്കും ചിലപ്പോൾ എവിടെന്നെങ്കിലും ഒരു ഇത് വരുന്നത്, പഠനത്തിന്റെ എന്തെങ്കിലും ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റുകളൊക്കെ വരുന്നത്. അപ്പൊ ചിലപ്പോ എന്താ പറയാ, ആ ജോലി വേണ്ടാന്ന് വെക്കാം. ഹയർ സ്റ്റഡീസ് എന്നുള്ള ഒരു റീസൺ ആണ് അവിടെ, അല്ലെ. ആൻഡ് നീഡ് ടു ബി റീപ്ലേസ്ഡ് റെഗുലർലി. അപ്പൊ ലീവ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ആളുകൾ പോയി എന്ന് കരുതി അവിടെ വർക്ക് നടക്കാതിരിക്കാൻ പറ്റുമോ? അവിടെ വേക്കൻസി ഫില്ല് ചെയ്യണ്ടേ? ഒരു പോസ്റ്റ്, ഒരു മാനേജറിന്റെ പോസ്റ്റ്, അയാള് വേറെ എവിടേക്കെങ്കിലും പോയി എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ നമുക്ക് ആ വേക്കന്റ് ആയിട്ട് ഇടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ക്ലർക്കിന്റെ പൊസിഷൻ, ഏത് പൊസിഷൻ ആണെങ്കിലും നമുക്ക് അവിടെ വേക്കന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, അല്ലെ. ആൻഡ് നീഡ് ടു ബി റീപ്ലേസ്ഡ് റെഗുലർലി. റെഗുലർ ആയിട്ട് അവർ പോണതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യണം? അവിടെ റീപ്ലേസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം. Hence, to fill in these opening, recruitment is required. അപ്പൊ അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് ആ ഒഴിവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് അത്യാവശ്യമാണ്. ഇവിടെ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? അത് അപ്പൊ എന്താണ്? ഈ പോയിന്റ്സുകൾ പഠിച്ചു വെക്കണം. ബിസിനസ് ഗ്രോത്തിന് റിക്രൂട്ട്മെന്റ് വേണം. ഫില്ലിംഗ് വേക്കൻസീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ടു സ്റ്റാഫ് ടേൺ ഓവർ. സ്റ്റാഫ് ടേൺ ഓവർ മൂലം ഉണ്ടാകുന്ന വേക്കൻസി ഫില്ല് ചെയ്യാനും റിക്രൂട്ട്മെന്റ് വേണം. രണ്ടെണ്ണം പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. പിന്നെ അതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആ ഫില്ല് ചെയ്യാനായിട്ട് എന്താവശ്യമാണ്? അവിടെ റിക്രൂട്ട്മെന്റ്. ഹെൻസ് ടു ഫിൽ ദീസ് ഓപ്പണിംഗ്സ് റിക്രൂട്ട്മെന്റ് ഈസ് റിക്വയർഡ്. ആ ലാസ്റ്റ് സെന്റൻസും കൂടി അതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? ചേഞ്ചിങ് ജോബ് റോൾ. ഇനി ജോബ് റോളുകളിൽ മാറ്റം വരാം, അല്ലേ? Okay, in the present world, work is changing continuously. ജോലി സ്ഥിരമാണോ? വർക്ക് മാറിക്കൊണ്ടിരിക്കാം, അല്ലേ? ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഡെവലപ്പ് ചെയ്തതിന്റെ അനുസരിച്ച് അവിടുത്തെ ജോലികളിൽ വ്യത്യാസം വരാം. ഇപ്പൊ നമ്മൾ ആദ്യം കയറുന്ന ഒരു പൊസിഷനിലേക്ക് ആവണമെന്നില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് വേറെ ഇതിലേക്ക് വർക്ക് മാറി വരാം. അത് സ്വാഭാവികമാണ്, അല്ലെ? The skills that seem to be valued today might turn redundant. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ്. അൺനെസസറി, അനിവാര്യമായ. റിഡൻഡന്റ്. റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ അത് അനാവശ്യമായ. നെക്സ്റ്റ് ഇയർ ആൻഡ് എ ന്യൂ സെറ്റ് ഓഫ് സ്കിൽസ് വിൽ ബി നീഡഡ്. ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ദ സ്കിൽസ് ദാറ്റ് സീം ടു ബി വാല്യൂ ടുഡേ. ഇന്ന് നമുക്ക് വിലമതിച്ചതായി തോന്നുന്ന അല്ലെങ്കിൽ മൂല്യമുള്ള സ്കിൽസുകള് അടുത്ത വർഷം അതെന്തായി മാറാം? അനിവാര്യമല്ലാത്തത്, അല്ലെ? അതായത് എന്താ പറഞ്ഞേ? അനാവശ്യമായ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ളത് മാറാം.
ഇപ്പൊ നമ്മൾ റീസെന്റ് അനുസരിച്ച് മാറി വരൂലേ. അതായത് ഇന്ന് മൂല്യമുള്ള കഴിവുകള്, സ്കില്ലുകള് അടുത്ത വർഷം ചിലപ്പോ അതെന്താ അൺനെസസറി, അത് ആവശ്യമില്ല, പുതിയതായിരിക്കും ചിലപ്പോ വന്നേ, അനാവശ്യമായി മാറാം. അതുകൊണ്ട് എന്ത് വേണം? ആൻഡ് എ ന്യൂ സെറ്റ് ഓഫ് സ്കിൽസ് വിൽ ബി നീഡഡ്. ഒരു പുതിയ സെറ്റ് സ്കിൽസ് അവിടെ ആവശ്യമാണ്. ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ആ റോളുകൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള സ്കില്ല് ഉള്ള എംപ്ലോയീസ് ആവശ്യമാണ് അല്ലെ. എ ന്യൂ സെറ്റ് ഓഫ് സ്കിൽസ് വിൽ ബി നീഡഡ്. ഒരു പുതിയ സെറ്റ് സ്കിൽസുകൾ ആവശ്യമാണ് അവിടെ. Then thus new opportunity will continuously emerge and the business will keep on recruiting new employees. അപ്പൊ ബിസിനസ് എന്ത് ചെയ്യുന്നു? The new opportunity will continuously emerge. അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് രൂപപ്പെടുകയാണ്. പുതിയ പുതിയ അവസരങ്ങൾ ആ ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യാണ്. എമർജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ രൂപപ്പെടുക എന്നുള്ള മീനിങ് ആട്ടോ. മീനിങ് അറിയില്ലാത്തൊരു നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ എന്താ പറഞ്ഞേക്കണേ? ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വിൽ കണ്ടിന്യൂസ്ലി എമർജ് ആൻഡ് ബിസിനസ് വിൽ കീപ്. ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? കീപ് ഓൺ റിക്രൂട്ടിംഗ് ന്യൂ എംപ്ലോയീസ്. പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് കീപ്പ് ചെയ്യുന്നു, തുടരുന്നു ഇല്ലേ. റോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിന് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണ്ടി വരാം അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവസരങ്ങൾ, പുതിയ പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഫില്ല് ചെയ്യുന്നത്? പുതിയ ആ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ലാസ്റ്റ് സെന്റൻസ്, ന്യൂ ഓപ്പർച്യൂണിറ്റി വിൽ കണ്ടിന്യൂസ്ലി എമർജ് ആൻഡ് ബിസിനസ് വിൽ കീപ് ഓൺ. എങ്ങനെയാണ് പുതിയ അവസരങ്ങൾ വരുമ്പോൾ ആ ബിസിനസ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്? എങ്ങനെയാണ് അവര് ചെയ്യുന്നത്? റിക്രൂട്ടിംഗ് ന്യൂ എംപ്ലോയീസ്. പുതിയ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ പറയണത്? അല്ലേ? പുതിയ ഒരു ജോലിയിലേക്ക് വരുമ്പോൾ പുതിയ കഴിവുകൾ വേണ്ടി വരാം. അതായത് പഴയതിന് അത്രയും വാല്യൂ ഉണ്ടാവണമെന്ന് വരില്ല അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ബിസിനസിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്നു. അതാണ് ചേഞ്ചിങ് ജോബ് റോൾ എന്ന് പറയുന്നത്. അടുത്തത് ഇന്റേണൽ പ്രൊമോഷൻ. ഇന്റേണൽ, ഉള്ളിലുള്ളത്, ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള പ്രൊമോഷൻ. അങ്ങനെ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ ആർക്കെങ്കിലും വീട്ടിലുള്ളവർക്കൊക്കെ അങ്ങനെ പ്രൊമോഷൻ വന്നിട്ടുണ്ടോ? കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കൂലേ? ആ ഒരു ഓഫീസിൽ തന്നെ പറഞ്ഞ ഇവിടെ കമ്പിട്ടല്ലേ അല്ലെ. അതാണ് ഇന്റേണൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന് ഉള്ളിലുള്ളവരെ തന്നെ അവർക്ക് തന്നെ പ്രൊമോഷൻ കൊടുക്കുന്നു. അതാണ് ഇന്റേണൽ പ്രൊമോഷൻ. ഓർഗനൈസേഷനിൽ ഉള്ളവരെ തന്നെ എന്ത് ചെയ്യുന്നു? അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക ചെയ്യുന്നത്. അതിനും എന്ത് വേണം? റിക്രൂട്ട്മെന്റ് വേണം. Organization practice motivating their employees to go for more challenging and high-paid job within the organization. അതായത് ആ ഒരു സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ അനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ വരാം അല്ലെ, ആ കമ്പനിയിലേക്ക് വരാം. അപ്പൊ അതിനനുസരിച്ച് അല്ലെ ഓരോ വേക്കൻസികൾ വരുമ്പോൾ അതിനനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം, എംപ്ലോയീസ് വേണം. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ഒരു ഓർഗനൈസേഷൻ തന്നെ ഇപ്പൊ കുറച്ച് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാലോ അല്ലെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അപ്പൊ പുതിയ പുതിയ വേക്കൻസി വരുമ്പോൾ എന്ത് ചെയ്യാം? അവർക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് പ്രൊമോഷൻ കൊടുക്കാം അല്ലേ. അപ്പൊ അതാണ് അവർക്ക് മോർ ചലഞ്ചിങ്, അവർക്ക് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള അധികം സാലറി കിട്ടുന്ന ഹൈ പെയ്ഡ് ജോബ്, കണ്ടോ, ഉയർന്ന സാലറി കിട്ടുന്ന ജോബിലേക്ക് തന്നെ അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുക. അതിനെന്ത് ചെയ്യുന്നു? ആ എംപ്ലോയീസിനെ ഓർഗനൈസേഷൻ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ട ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട്. കമ്പനി തന്നെ ട്രെയിനിങ്ങുകൾ കൊടുത്ത് ഇപ്പൊ ഇത്ര ദിവസം 2 ആഴ്ച ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ആ ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവർക്ക് അതിലേക്ക് പ്രൊമോഷൻ കൊടുക്കുക ചെയ്യുന്നത്.
those who succeeds in advancing through the hierarchy must be replaced by the new employees. അപ്പൊ ആ ഒരു ഹൈറാർക്കിയില് ആ ഒരു ശ്രേണിയില് അങ്ങനെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതില് സക്സീഡ് ചെയ്യുന്നവര്, വിജയിക്കുന്നവരെ എന്ത് ചെയ്യും? മസ്റ്റ് ബി റീപ്ലേസ്ഡ് ബൈ ദ ന്യൂ എംപ്ലോയീസ്. എന്തായിട്ട് റീപ്ലേസ് ചെയ്യുവരെ? പുതിയ എംപ്ലോയീസ് ആയിട്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കും അല്ലെ, അവർക്ക് പുതിയ എംപ്ലോയീസ് ആയിട്ട് അവര് റീപ്ലേസ് ചെയ്യും. ക്ലിയർ ആയോ? അതാണ് ഇന്റേണൽ പ്രൊമോഷൻ. അപ്പൊ ഇന്റേണൽ പ്രൊമോഷനും എന്താണ്? ഈ റിക്രൂട്ട്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആയോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. ലാസ്റ്റ് ആ ഒരു ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കിയില് സക്സീഡ് ചെയ്യുന്നവര്, വിജയിക്കുന്നവര് എന്താണ്? പുതിയ എംപ്ലോയീസ് ആയിട്ട് നിയമിക്കും അവരെ അല്ലെ, എംപ്ലോയീസ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഓർഗനൈസേഷൻ തന്നെ അവര് പ്രൊമോട്ട് ചെയ്യും അല്ലെ, അതാണ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് വേണ്ട പ്രാക്ടീസുകള്, ട്രെയിനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ആ ഹയർ ജോബ് പൊസിഷൻ കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള, അതുപോലെ ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ സാലറി ഒക്കെ കൂടുതൽ, വർക്ക് കൂടുതലുള്ള, അതിനനുസരിച്ച് സാലറി കൂടുതലുള്ള ആ ഒരു ജോലിയിലേക്ക് പ്രൊമോഷൻ കൊടുക്കും. അതാണ് ഇന്റേണൽ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ ഇൻക്രീസിങ് വർക്ക് ലോഡ്. ഇൻക്രീസിങ് വർക്ക് ലോഡ്, ഉയർന്ന വർക്ക് ലോഡുകള്. when the amount of work increases, ഇനി ജോലിഭാരം കൂടുകയാണെങ്കിലോ? amount of work increases, the business require എന്ത് വേണം? ബിസിനസ്സിന് എന്ത് വേണം? more employees. എംപ്ലോയീസ് കൂടുതൽ വേണ്ടേ? ഒരു സ്ഥാപനത്തിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഒരു 10 എംപ്ലോയീസ് ആണുള്ളൂ. എന്നാൽ അവിടുത്തെ വർക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ച് ആ 10 പേരെയും കൊണ്ട് വർക്ക് ചെയ്താൽ തീരാവുന്ന ജോലി അല്ലെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യം വരൂലേ? ആ ബിസിനസ്സിന് ആവശ്യമായിട്ട് വരൂലേ? എന്താ പറഞ്ഞേക്കുന്നത്? അതായത് വർക്ക് കൂടുന്നതിന്റെ അനുസരിച്ച് എന്താ? എമൗണ്ട് ഓഫ് വർക്ക് ഇൻക്രീസസ്, എന്ത് വേണം? വർക്ക് കൂടുന്നതിന്റെ അനുസരിച്ച് the business require more employees and also who are more skilled. കൂടുതൽ കഴിവുള്ള കൂടുതൽ എംപ്ലോയീസിനെ ആവശ്യമാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. Okay, current employees can be encouraged to develop new skills through training, which will be benefit for their career advancement. ഇനിയിപ്പോ നിലവിലുള്ള എംപ്ലോയീസിനെയോ എങ്ങനെ അവർക്ക് എൻകറേജ് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ എടുക്കാൻ പറ്റും അവരുടെ കഴിവുകള്? ട്രെയിനിങ്. നമ്മൾ പറഞ്ഞില്ലേ, അവർക്ക് എന്താ കുറച്ച് ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തിട്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി കഴിവുള്ളവരായി മാറ്റാൻ പറ്റും അല്ലെ, അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് നോക്കിയേ, എന്താ പറ്റുന്നേ? അവർക്കുടെ കരിയർ, സ്ക്രീനിലോ പ്രിന്റ് എടുത്തിട്ടില്ല, എന്താണ്? ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നെ പറയുന്നത്, ഞാൻ പറയുന്നുണ്ടല്ലോ ഓരോ സെന്റൻസും. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നമുക്ക് വായിക്കുമ്പോഴേ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇടാൻ ചാൻസ് ഉള്ളതൊക്കെയാണ്. ഞാൻ എല്ലാരും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. എന്നാൽ പോലും എന്ത് പറയണത്? അണ്ടർലൈൻ ചെയ്തിടാൻ പറയണേ കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് തന്നെ എന്താ പറയുന്നേ? ഞാൻ ടൈം നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് പെൻസിൽ എടുത്ത് അണ്ടർലൈൻ ചെയ്ത് വരുമ്പോഴേ സമയം പോകലോ എന്ന് കരുതിയാണ് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഒത്തിരി ഉണ്ട്. നിങ്ങൾ നോക്കിയോ, ഈ ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് ഒരു ക്ലാസ്സേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ ആയി പോകുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? when the amount of work increases, the business require more employees and also those who are more skilled. അതായത് നമുക്ക് ആ വർക്ക് ലോഡ് കൂടുന്നതിന്റെ അനുസരിച്ച് എന്ത് വേണ്ടി വരാം? അതിന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ്, കൂടുതൽ കഴിവുള്ള എംപ്ലോയീസിനെ ആവശ്യമായിട്ട് വരാം.
The current employees can encourage to develop new skills through training, which will be benefit for their career advancement. Okay, current employees can be encouraged. നമുക്ക് ഇപ്പൊ നിലവിലുള്ള എംപ്ലോയീസിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് അവരുടെ കഴിവുകൾ? ത്രൂ ട്രെയിനിങ്. ട്രെയിനിങ്ങിലൂടെ അവരെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. വിച്ച് വിൽ ബി ബെനിഫിറ്റ് ഫോർ ദെയർ കരിയർ അഡ്വാൻസ്. അല്ലെ, അവർക്കുടെ കരിയർ പുരോഗതിക്ക് അത് ഗുണം ചെയ്യൂലേ? അവർക്കുടെ കരിയർ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യൂലേ? പുതിയൊരു പൊസിഷനിലേക്കൊക്കെ വരുമ്പോഴ് അവർക്കുടെ എന്ത് ചെയ്യുന്നു? അവർക്കുടെ കരിയർ ഡെവലപ്പ് ചെയ്യുമോ? അത് ഇവിടെ ഇൻക്രീസ് ദെയർ ലോയലിറ്റി. ലോയലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, ട്രസ്റ്റ്, വിശ്വസ്തത. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ദർ ലോയലിറ്റി ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനുള്ള ഒരു വിശ്വസ്തത ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? അപ്പൊ എന്താ, നമുക്ക് വിശ്വാസമായി, നമുക്ക് നല്ല ഉയർന്ന ഒരു ഇച്ചിരി കൂടി പൊസിഷനിലേക്ക് നമുക്ക് കിട്ടി. അപ്പൊ ആ ഒരു സ്ഥാപനത്തെ തന്നെ നമുക്ക്, ആ ഒരു ഓർഗനൈസേഷനോടുള്ള ആ ഒരു വിശ്വസ്തത ഇൻക്രീസ് ചെയ്യുന്നു. By promoting them to stay with the organization for a longer duration and to fill the skill gap. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ ആ ഒരു ഓർഗനൈസേഷനോട് കൂടുതൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അവര് കുറെ നാളുകള് ലോങ്ങർ ഡ്യൂറേഷൻ ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ നിൽക്കൂലേ അവര്, അല്ലേ? Them to stay with the organization for a longer duration and to fill the skill gap. ആ ഗ്യാപ്പ് അവര് ഫിൽ ചെയ്യുന്നു അല്ലേ? Employee referral scheme also proves to be beneficial for the employees when they are employee can refer friends, relatives or familiarity possessing the skill desired for a post and a incentives. ഇനി നോക്കിയേ, എംപ്ലോയി റെഫറൽ സ്കീം. എംപ്ലോയി റെഫറൽ സ്കീം, അതായത് റെഫറൽ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ജോലിക്കാരില്ലേ, നിലവിലുള്ള ജീവനക്കാര് അവരുടെ എന്തെങ്കിലും പ്രൊഫഷണൽ നെറ്റ്വർക്കുകളിൽ നിന്ന് തന്നെ കമ്പനിക്ക് ഉള്ളിലുള്ള ആ ഒഴിവിലേക്ക് നമുക്കുടെ റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ സ്റ്റാഫിനെയൊക്കെ ശുപാർശ ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെന്റ് തന്ത്രമാണ് എംപ്ലോയി റെഫറൻസ് സ്കീം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? എംപ്ലോയി റെഫറൽ സ്കീം ഓൾസോ പ്രൂവ്, എന്ത് തെളിയിക്കുന്നു? ടു ബി ബെനിഫിഷ്യൽ ഫോർ ദ എംപ്ലോയീസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. എംപ്ലോയി റെഫറൽ സ്കീം ഓൾസോ പ്രൂവ്സ് ടു ബി ബെനിഫിഷ്യൽ ഫോർ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആണെന്ന് തെളിയിക്കുന്നു. വെയർ എംപ്ലോയി ക്യാൻ റെഫർ ഫ്രണ്ട്സ്. എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ എംപ്ലോയീസിന് തന്നെ അവരുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ പറ്റൂലേ? എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആണ്. അതായത് എംപ്ലോയീസ് നിങ്ങളുടെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നിടത്തായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തേണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നല്ല ഇതിപ്പോ ഇന്ന ഡിഗ്രി കഴിഞ്ഞതാണ്, ആ ഒരു ജോബിലേക്ക് നിങ്ങൾ റെഫർ ചെയ്തേണ്ടോ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന് ക്യാൻ റെഫർ ദർ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. റിലേറ്റീവ്സിനെ റെഫർ ചെയ്യാം അല്ലെ? അല്ലെങ്കിലോ ഫെമിലിയാരിറ്റി, അവരുടെ പരിചയക്കാരെയൊക്കെയോ അല്ലെ? പൊസസിങ് ദ സ്കിൽ, ആ സ്കില്ലില് കഴിവുള്ള പരിചയക്കാരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റെഫർ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഫോർ എ പോസ്റ്റ്, ആ ഒരു പോസ്റ്റിലേക്ക് റെഫർ ചെയ്യാൻ പറ്റും. എന്റെ ഓരോ സ്ഥാപനത്തില് ഇനിയൊരു ഒഴിവിലേക്ക് അല്ല ഇനിയൊരു വേക്കൻസി ഉണ്ട്, അവിടേക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഒപ്പം പഠിച്ചവരോ അല്ലെ ആ സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് റെഫർ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്റെ ഏൺ ഇൻസെന്റീവ്സ്, അങ്ങനെ റെഫർ ചെയ്യുമ്പോൾ ഇൻസെന്റീവ്സ് നേടാൻ പറ്റൂലേ? ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസെന്റീവ്സ് തരും അല്ലെ? എന്താ, ഒരു പൈസയും കൊണ്ട് എന്തെങ്കിലും ഒരു അല്ലെ എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ആളെ നമ്മുടെ ഇതിലേക്ക് ചേർത്തതിന് എന്തെങ്കിലും ഒരു ഇൻസെന്റീവ്സ് അനുവദിക്കാം. അവർക്ക് ഇൻസെന്റീവ്സ്, സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നേടാനും പറ്റുന്നു. അതാണ് ഇൻക്രീസിങ് വർക്ക് ലോഡ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വർക്ക് ലോഡ് കൂടുന്നതിന്റെ അനുസരിച്ച് ഈ ബിസിനസ്സില് റിക്രൂട്ട്മെന്റ് കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് അനിവാര്യമാണ്.
അപ്പോ ഈ റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് ഇൻക്രീസിങ് വർക്ക് ലോഡ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ 5 പോയിന്റ്സ് ആണ് കേട്ടോ അതിനകത്ത് പറഞ്ഞത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, അവിടെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ആ രീതിയിലും നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളും നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. വായിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടത് ഒന്നുകൂടി നോക്കാം. ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്. ഈ റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങള് എന്തൊക്കെയാണ്? ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഒത്തിരി കുട്ടികൾ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയാ ടെക്സ്റ്റ് കിട്ടിയോ? എനിക്കറിയില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് അവൈലബിൾ ആണോ? കിട്ടിയോ? ആർക്കെങ്കിലും ഒക്കെ ടെക്സ്റ്റ് കിട്ടിയവരുണ്ടോ? കുറച്ചു പേർക്ക് കിട്ടി. നോ, കുറച്ചു പേര് ഇവിടെ തമ്മിട്ടേണ്ടല്ലോ. കിട്ടിയിട്ടില്ല അല്ലെ? അടുത്ത തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയാ കിട്ടുമായിരിക്കും കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ പ്രിന്റ് എടുക്കോ അങ്ങനെ എന്തെങ്കിലും തൽക്കാലത്തേക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇവിടെ ഉചിതം പോലെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് ഈസ് മെയിൻലി അഫക്റ്റഡ് ബൈ ഫോളോയിങ് ടു ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ്. എന്താണ്? താഴെ പറയുന്ന 2 തരം ഘടകങ്ങളെ റിക്രൂട്ട്മെന്റ് സ്വാധീനിക്കുന്നുണ്ട്. കണ്ടോ, 2 ഫാക്ടേഴ്സ് അവിടെ പറയുന്ന, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഈ 2 തരം ഘടകങ്ങളെയാണ് പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റ് സ്വാധീനിക്കുന്നത്. കണ്ടോ, ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ സ്വാധീനിക്കുക. റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. ഹെഡിങ് മനസ്സിലായോ? റിക്രൂട്ട്മെന്റ് നമ്മൾ 2 തരത്തിലുള്ള ഫാക്ടേഴ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് അഫക്റ്റഡ് ബൈ ഫോളോയിങ് 2 ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ്. ഈ 2 ഘടകങ്ങളെയും റിക്രൂട്ട്മെന്റ് അഫക്ട് ചെയ്യും. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ ആ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്? സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതിന്റെ ഡീറ്റെയിൽ ആട്ടോ ഇനി പറയുന്നത്. ലേബർ മാർക്കറ്റ്, ഇമേജ് ഓർ ഗുഡ് വില്ല്, നെക്സ്റ്റ് ഏതാണ്? പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്. അടുത്തത് പറഞ്ഞേക്കണ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, കോമ്പറ്റേറ്റീവ്സ്. അത്രയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അതിന്റെ ഉള്ളിലുള്ളത് കാണാൻ പറ്റുന്നില്ല അല്ലെ? ബോക്സിന്റെ ഉള്ളില് താഴെ ആ പോയിന്റ്സ് തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് പോളിസി, സൈസ് ഓഫ് ദ ഫേം, കോസ്റ്റ്. അങ്ങനെ ഇതാട്ടോ വന്നേക്കുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വന്നേക്കുന്നത്. ഇതിൽ 4 താഴെ അവിടെ പഠിക്കാനുണ്ട് എനിക്ക്. ഓക്കെ, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ജസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ നോക്കാം കേട്ടോ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മീൻ ബൈ എക്സ്റ്റേണൽ? എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള കാര്യങ്ങൾ അല്ലെ? external. Okay, these factors or forces are those factors which cannot be controlled by the organization. അത് ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇതാണ് അല്ലെ? Okay, external factors which cannot be controlled by the organization. പുറമേ നിന്നുള്ള കാര്യങ്ങളാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ചോദിക്കാം കേട്ടോ. The factors which cannot be controlled by the organization is called the external factors. A variety of external factors which affect recruitment are as follows. Recruitment-നെ affect ചെയ്യുന്ന പലതരത്തിലുള്ള external factors കേട്ടോ. A variety of external factors which affect recruitment. Recruitment-നെ affect ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്? സപ്ലൈ, മാൻ പവർ സപ്ലൈ, ആളുകള് അല്ലെ? റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമല്ലേ? അതിന് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ വേണം, മാൻ പവർ വേണ്ടേ? അത് വേണം. അവർക്ക് ഡിമാൻഡ്. ഓക്കെ, a sufficient factor in the recruitment process is the manpower.
supply, both inside and outside the organization. കണ്ടോ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളതും പുറമേ നിന്നുള്ളതും കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത് മാൻ പവർ സപ്ലൈ ആണ് ഇവിടെ ഓർഗനൈസേഷന് പുറത്തു നിന്നുള്ളതും ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നുള്ള മാൻ പവർ സപ്ലൈ ആണ് എന്താ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ ഒരു അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് അത് a significant factor in the recruitment process is manpower supply. അതിനാവശ്യമുള്ള മാൻപവർ മനുഷ്യശക്തികൾ വേണ്ടേ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞില്ലേ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? അതിലെ വർക്കുകൾ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആര് വേണം? മാൻപവർ വേണം, മനുഷ്യര് വേണം അല്ലെ? അതാണ് both the inside and outside the organization. If demand of the professional in the company is more and the supply of professional in the market is low, then the company will have to rely on internal sources by training and developing employees. If the demand of the professional in the company is more and the supply of the professional in the market is low, കമ്പനിയിൽ നമ്മുടെ പ്രൊഫഷണൽസിന്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ, if the demand of the professional in the company, കമ്പനിക്ക് ആ പ്രൊഫഷണൽസിന്റെ ആവശ്യം കൂടുതലാണ്, and supply of the professional is in the market is low, എന്നാൽ ആ മാർക്കറ്റില് അതിന് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലിന്റെ സപ്ലൈ കുറവാണ്. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും കമ്പനി? then the company will have to depend on എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? internal sources. അപ്പൊ എന്ത് ചെയ്യും കമ്പനി? പുറമേ നിന്ന് അതിന് ആവശ്യമുള്ള മാൻ പവർ സപ്ലൈ കുറവാണെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? എന്തിനെ ആശ്രയിക്കും? ഡിപ്പെൻഡ് ഓൺ ഇന്റേണൽ സോഴ്സസ്, ഉള്ളിലുള്ള സോഴ്സുകള്. അതായത് നിലവിലുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യും? അവർക്ക് എന്ത് ചെയ്യും? ബൈ ട്രെയിനിങ്, അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നു. ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്, ട്രെയിനിങ് കൊടുത്ത് അവരെ വികസിപ്പിച്ചെടുക്കും. ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകള് നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ടെങ്കിൽ അവരെ ട്രെയിനിങ് ചെയ്ത് അവരെ ആ ഒരു പൊസിഷനിലേക്ക് ഇരിക്കാനായിട്ട് അവരെ പര്യാപ്തമാകും അല്ലെ? അതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മാൻ പവർ സപ്ലൈ ആണ്. ഓക്കെ, if the demand of the professional in the company is more, ഇനി കമ്പനിയിലെ പ്രൊഫഷണൽസിന്റെ ആളുകളുടെ ഡിമാൻഡ് കൂടുതലാണ്, പക്ഷെ മാർക്കറ്റില് ആ പ്രൊഫഷണൽസ് അല്ലെ അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകൾ മാർക്കറ്റിൽ കുറവാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ? കമ്പനി will have to rely on dash, ഇതിനെ റിലേ ചെയ്യും ഇന്റേണൽ സോഴ്സസ്, അതായത് ആ കമ്പനിയിലുള്ള അതിനെ ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ ട്രെയിനിങ് ചെയ്ത് അവരെ വികസിപ്പിച്ചെടുക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടെ. ഓക്കെ, ഓക്കെ, വായിച്ചു നോക്കിയോ നിങ്ങൾ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കണത് നിങ്ങൾക്ക് സ്ക്രീനിൽ അത് ഓക്കെ ആണോ നോക്കി.
ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കണത്? ഓക്കെ ആണ്. ആ, ഇങ്ങനെ ചെയ്തിട്ടാ മതിയോ? ഓക്കെ ആണല്ലേ? ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. കുറച്ച് സമയം പോകും, അതാണ് ഞാനൊന്ന് നോക്കിയത്. ഓരോന്ന് ചെയ്ത് വരുമ്പോഴേ എടുത്ത് പറ്റണോളെ ഞാൻ ചെയ്തു തരാം കേട്ടോ. നിങ്ങളൊക്കെ ഇത് കിട്ടുന്ന ആരേക്കും, ടെക്സ്റ്റ് കിട്ടുന്ന ആരേക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ ഓക്കെ, ഈസി ആണല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഓടിക്കാൻ നോക്കണ്ടേ കേട്ടാ. അടുത്ത നോക്കിയേ, ബി നോക്കിയേ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ്? അപ്പൊ നമ്മള് ഫാക്ടേഴ്സില് എന്താണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വരുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആയിരുന്നു അല്ലെ? രണ്ടാമത് നോക്കിയേ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. എന്താണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? തൊഴിലില്ലായ്മ നിരക്ക് അല്ലെ? നോക്കിയേ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, തൊഴിലില്ലായ്മയുടെ നിരക്ക്. ഓക്കെ, ഗ്രോത്ത് ഓഫ് ദ എക്കണോമി ഈസ് another factor that affect the availability of the applicants. അല്ലെ? ഒരു ഗ്രോത്ത് ഓഫ് ദ എക്കണോമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്ന് പറയുന്നത് ഏതാണ്? ഈസ് ദ another factor that affect the availability of the applicant. ഒരു ആപ്ലിക്കന്റിന്റെ ലഭ്യത, അവൈലബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്ന് പറയുന്നത്. അതായത് ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ താഴെ നോക്കിയേ, the lack of job in the company and the scarce labor in the market can give rise to situation of unemployment. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. അതായത് നോക്കിയേ, the lack of job in the company, കമ്പനിയില് ജോലി കുറവ്. മനസ്സിലായോ? കമ്പനിയില് ഒരു ജോലി അല്ലെങ്കിൽ വേക്കൻസി കുറവാണ്. ആൻഡ് സ്കേർപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ? അധികം, കൂടുതൽ, മോർ, കൂടുതൽ. ലേബർ ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റില് തൊഴിലാളികൾ കൂടുതലാണ്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള തൊഴിലാളികൾ മാർക്കറ്റിൽ കൂടുതലാണ്. പക്ഷെ കമ്പനിയില് എന്താണ്? ജോബ് കുറവാണ്. അങ്ങനെ വരുമ്പോഴേ എന്ത് പറ്റും? ക്യാൻ ഗീവ് റൈസ് ടു എ സിറ്റുവേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ എന്തിനു സാധിക്കുന്നു? എന്ത് വരുന്നു? ക്യാൻ ഗീവ് റൈസ് ടു സിറ്റുവേഷൻ അൺഎംപ്ലോയ്മെന്റ് എന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അതായത് ഒത്തിരി, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒത്തിരി ആളുകൾ ആ ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങിയ ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ കമ്പനിയിൽ ജോലി ഇല്ലെങ്കിലും ആ പഠിച്ച ആളുകൾക്ക് തൊഴിൽ കിട്ടോ? 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 ഇല്ല അല്ലേ? ഞാൻ എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോഴേ കുറച്ച് സമയം പോകും. ഓരോന്ന് സെലക്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യട്ടെ ആ സെന്റൻസ്. ഫസ്റ്റും അണ്ടർലൈൻ ചെയ്തു. മനസ്സിലായോ? അതായത് കമ്പനിയില് ജോലി ഇല്ല, ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് ജോബ് കുറവാണ്. പക്ഷെ മാർക്കറ്റില് ആ ഒരു കോഴ്സ് പഠിച്ച് അല്ലെങ്കിൽ അതിന് ഒത്തിരി വില്ലിംഗ് ആയിട്ടുള്ള, ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ആ ഒരു സിറ്റുവേഷൻ എന്തിലേക്ക് കാരണമാകുന്നു? ക്യാൻ ഗീവ് റൈസ് ടു സിറ്റുവേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. കിട്ടിയോ? ക്ലിയർ ആയില്ലേ അത്? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റ്, job market, it's also known as job market. Labor market, job market എന്ന് പറയുന്നു. Employment condition in the area where the organization is situated affect the recruiting activity of the organization. കണ്ടോ? Employment condition in the area where the ഒരു ഓർഗനൈസേഷൻ നിൽക്കുന്ന, സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ, അവിടുത്തെ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ എന്തിനെ അഫക്ട് ചെയ്യുന്നു? അഫക്ട് ദ റിക്രൂട്ടിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ റിക്രൂട്ടിംഗ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. അതായത് ഓർഗനൈസേഷൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ ആ റിക്രൂട്ടിംഗ് ആക്ടിവിറ്റീസ്, ഓർഗനൈസേഷന്റെ റിക്രൂട്ടിംഗ് ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യും. അതായത് പറഞ്ഞേക്ക് നോക്കിയേ, ഓർഡിനറി അറ്റംപ്റ്റ്സ് ലൈക്ക് ഡിസ്പ്ലേയിങ് ജോബ് വേക്കൻസീസ് ഓൺ നോട്ടീസ് ബോർഡ്.
എങ്ങനെയാണ് നമ്മൾ ജോബ് വേക്കൻസിനെ കുറിച്ച് അറിയിക്കുന്നത്? എങ്ങനെ അറിയിക്കുന്നേ? നോട്ടീസ് ബോർഡ് അല്ലെ, ജോബ് വേക്കൻസിയോ നോട്ടീസ് ബോർഡിൽ വേണമെങ്കിൽ വേക്കൻസി ഇടാം. ഇന്ന ഒരു പൊസിഷനിലേക്ക് ജോബിലേക്ക് ഒഴിവുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഇത്രാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? അസാധാരണ ഓർഡിനറി അറ്റംപ്റ്റ്സ് ഏതൊക്കെയാണ്? ജോബ് നോട്ടീസ് ബോർഡിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, ജോബ് വേക്കൻസി ഡിസ്പ്ലേ ചെയ്യാം. ഓർ അനൗൺസ്മെന്റ് ഇൻ ദ ഒഫീഷ്യൽ മീറ്റിംഗ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ മീറ്റിംഗിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന ജോലിക്ക് ഒഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് നടത്താം. എക്സെട്രാ വിൽ അട്രാക്ട്, അതെന്ത് ചെയ്യുന്നു? മോർ കാൻഡിഡേറ്റ്സ് ദാൻ നീഡഡ് അറ്റ് ദ ടൈം ഓഫ് ദ റിക്രൂട്ട്മെന്റ്. അപ്പൊ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ആ റിക്രൂട്ട്മെന്റ് സമയത്ത് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ രണ്ട് കാര്യങ്ങളും അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അത് രണ്ടും ഫുള്ള് നോട്ട് ചെയ്തോ? ഇനി ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്ത് തന്നില്ല, ഓരോ സെന്റൻസ് വൈസ് സെലക്ട് ചെയ്ത് വരുമ്പോഴേ അത് ഫുൾ അങ്ങോട്ട് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ആ ഏരിയയിലെ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ ഈ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസ്, ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യും. അതായത് എങ്ങനെയാണ് അവരറിയുന്നത്? എങ്ങനെയാണ്? അവിടുത്തെ റിക്രൂട്ടിംഗ് ആക്ടിവിറ്റി ആണ് ഈ പറഞ്ഞേക്കുന്നത്. എന്താ? ജോബ് വേക്കൻസി ഉണ്ടെന്ന് ഡിസ്പ്ലേ ചെയ്യാം അവർക്ക്, അല്ലെ? അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒഫീഷ്യൽ മീറ്റിങ്ങുകളിൽ അനൗൺസ് ചെയ്യാം. ഇത് എന്ത് ചെയ്യുന്നു? കൂടുതൽ അത് കാണുന്ന എല്ലാ കാൻഡിഡേറ്റ്സും അതിലേക്ക് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കൂലേ, അല്ലെ? will attract more candidates than needed at the time of recruitment. അപ്പൊ റിക്രൂട്ട്മെന്റ് സമയത്ത് ആവശ്യം അതിലെ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ ഈ രണ്ട് കാര്യങ്ങളും സഹായിക്കും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ഇമേജ് ഓഫ് ഗുഡ് വിൽ. ഇമേജ്, ഗുഡ് വിൽ എന്ന് വെച്ചാൽ ഒരു സത്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ അവിടുത്തെ എംപ്ലോയറിന്റെ ഇമേജ് ബാധിക്കൂലേ? നമ്മളും ചിലപ്പോ ആ ഒരു ഓർഗനൈസേഷന്റെ പേര് കേട്ടിട്ടായിരിക്കും അവിടേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയറിനെ നോക്കിയിട്ടായിരിക്കും, അല്ലെ? ഓ, എംപ്ലോയർ നല്ലതാണ്, നമുക്ക് പറയാം മാനേജർ നല്ല ഒരു ആളാണ്, നല്ലൊരു പൊസിഷനാണ്, നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് അന്വേഷിക്കാം, അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ ഇമേജ് ഓർ ഗുഡ് വിൽ. ഓക്കെ, എംപ്ലോയർ ഇമേജ് ക്യാൻ ഓൾസോ ആക്ട് ആസ് എ ബാരിയർ ഫോർ റിക്രൂട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്, employer image can also act as a barrier for recruitment. റിക്രൂട്ട്മെന്റിന്റെ ഒരു ബാരിയർ, ഒരു തടസ്സമാണ് ഏത്? എംപ്ലോയറിന്റെ ഇമേജ്. എന്താ ഉദ്ദേശിക്കണേ? അതായത് ആ എംപ്ലോയർ നല്ലൊരാളാണെങ്കിൽ നമുക്ക് എന്താ റിക്രൂട്ട്മെന്റ് നല്ല സ്മൂത്ത് ആയിട്ട് പോകില്ലേ? അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കാൻഡിഡേറ്റ്സ് അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കൂലേ? ഇതൊരു തടസ്സമാണെന്നാ പറഞ്ഞേക്കണേ. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സമാണ്, അതായത് അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. Then employer image can also act as a എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ബാരിയർ ഫോർ റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാണ്. The activity of the organization are the basis for building organizational image. Okay, the activity of the organization, ഒരു ഓർഗനൈസേഷന്റെ പ്രവൃത്തി എന്താണ്? ഓർഗനൈസേഷന്റെ ഇമേജ് ബിൽഡ് ചെയ്യാൻ കാരണമാകും, അല്ലേ? ആ ഒരു ഓർഗനൈസേഷന്റെ ഇമേജ് എങ്ങനെ ഉണ്ടാവുന്നത്? അവിടുത്തെ പ്രവർത്തനങ്ങളാണ്. ഒരു നല്ലൊരു സ്ഥാപനമാണ്, നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്യുന്നു? ആ ഓർഗനൈസേഷന്റെ ഇമേജ് കൂടൂലേ, ബിൽഡപ്പ് ചെയ്യൂലേ, ഇല്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങൾ, ഒരു പ്രവർത്തനവും ഇല്ല, വെറുതെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നതാണെങ്കിൽ ഇമേജ് കൂടോ? ആ ഒരു ഓർഗനൈസേഷന്റെ ഇമേജ് വർദ്ധിക്കോ? ഇല്ല, അല്ലേ? അതാണ് പറഞ്ഞേക്കുന്നത്. അതും അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. The activities of the organization are the basis for building organizational image. It will become easier to attract and retain employees for an organization if it has a positive image and goodwill as an employer than for an organization with a negative image. ഒറ്റ സെന്റൻസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ,
ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള, ലാസ്റ്റ് നോക്കിയ അവിടെ, ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു ഓർഗനൈസേഷനേക്കാളും കണ്ടോ ഒരു പോസിറ്റീവ് ഇമേജ്, അതുപോലെ ഒരു നല്ലൊരു സക്കീർത്തി, ഒരു ഗുഡ് വിൽ ഉള്ള എംപ്ലോയർ അല്ലെ ഒരു ഓർഗനൈസേഷനിലേക്ക് ആ എംപ്ലോയീസിനെ ആകർഷിക്കാനും നിലനിർത്താനും എളുപ്പമാണ് അവള്. ഇത്രയും പറഞ്ഞേക്കണ്ടേ. ഈസിയർ ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ എംപ്ലോയി, ഈ എംപ്ലോയീസിനെ, തൊഴിലാളികളെ അട്രാക്ട് ചെയ്യാനും അവരെ നിലനിർത്താനും എളുപ്പമാണ്. എന്താ? ഫോർ ആൻ ഓർഗനൈസേഷൻ ഇഫ് എ പോസിറ്റീവ് ഇമേജ് ആൻഡ് ഗുഡ് വിൽ ആസ് ആൻ എംപ്ലോയർ. കണ്ടോ, എംപ്ലോയറിന് ഒരു നല്ലൊരു ഇമേജ് അല്ലെങ്കിൽ എംപ്ലോയർ നല്ലതാണെങ്കിൽ അല്ലെ, എംപ്ലോയറിന്റെ നല്ല സ്വഭാവവും കാര്യങ്ങളും എല്ലാ ഇതുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസ് അട്രാക്ട് ചെയ്യാനും അവര് നിലനിർത്താനും ഈസിയാണ് അല്ലെ. നമ്മുടെ ഹെഡ് നല്ലതാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് അല്ലെ കൂടുതൽ ആളുകൾ വരാനൊരു ചാൻസ് ഇല്ലേ? ഇല്ലേ? അവർ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യണത് നല്ല ഒരു ഇതാണെങ്കിൽ അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞേ മാനേജർ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലൊരാളാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റുള്ള കാൻഡിഡേറ്റ്സിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ എളുപ്പമല്ലേ? അതുപോലെ തന്നെ അവിടെ റീറ്റെയിൻ ചെയ്യാനും നിലനിർത്താൻ എളുപ്പമല്ലേ? നമ്മൾ പിന്നെ വേറെ സ്ഥാപനത്തിലേക്ക് പോകുമോ? ഇല്ലല്ലോ. അതാണ് ഏതിനേക്കാൾ എന്നാ പറഞ്ഞേക്കണേ, ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഓർഗനൈസേഷനേക്കാളും. ക്ലിയർ ആയ സെന്റൻസ്? ഓക്കെ ഓക്കെ. ഇനി അടുത്ത് നോക്കിയാൽ അടുത്തത് ഇ ആണ് കേട്ടോ. അടുത്ത് നോക്കിയാൽ പൊളിറ്റിക്കൽ, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഇതിപ്പോ എല്ലാവരും ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ല, ഒന്ന് അണ്ടർലൈൻ ചെയ്തോ അത്. അടുത്ത് നോക്കിയാൽ പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്. Recruitment practices are directly influenced by various government regulations which keep out favorism in hiring and employment. ഇനി നോക്കിയ രാഷ്ട്രീയമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള, ലീഗൽ നിയമവശമായിട്ടുള്ള ഒരു അന്തരീക്ഷം കണ്ടോ. Recruitment practices are directly influenced by various government regulations. Recruitment എന്നുള്ളത് ചില ഗവൺമെന്റ് നിയന്ത്രണങ്ങളെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് വിച്ച് കീപ് ഔട്ട് ഫേവറിസം, ഒരു പക്ഷാഭേദം, ആരോടും ഒരു അങ്ങനെ ഒരു പാർഷ്യാലിറ്റി, ഒരു പ്രത്യേക പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രത്യേക റെഗുലേഷൻസ് ഉണ്ട്, അതിനനുസരിച്ച് വേണം എംപ്ലോയീസിനെ എടുക്കാനായിട്ട്. അതാണ് അവിടെ ഒരു പ്രത്യേകം കണ്ടോ, വിച്ച് കീപ് ഔട്ട് ഫേവറിസം ഇൻ ഹിയറിംഗ്. അവിടെ ഹിയറിംഗിന് എംപ്ലോയീസിനെ നിയമിക്കുന്നതിലൊക്കെ ഒരു ഫേവറിസം ഒന്നും ഒരു പക്ഷഭേദം ഒക്കെ ഇത് ഒഴിവാക്കുന്നു ഗവൺമെന്റ് റെഗുലേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളും കൊടുക്കേണ്ട, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ലെജിസ്ലേഷൻ ഫോർ റിസർവേഷൻ ഇൻ എംപ്ലോയ്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫിസിക്കലി ഹാൻഡികാപ്റ്റഡ് എക്സെട്ര ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അല്ലേ, പട്ടികജാതിക്കാര്, പട്ടികവർഗക്കാര്, ഹാൻഡികാപ്റ്റഡ് ആയിട്ടുള്ള ആളുകള് അല്ലെ, വൈകല്യമുള്ള ആളുകള്, ഇവർക്കൊക്കെ ഒരു തൊഴിൽ സംവരണം ഇല്ലേ, ഇത്ര സീറ്റ് അവർക്ക് വേണമെന്നുള്ള ഒരു ഗവൺമെന്റ് റെഗുലേഷൻ ഇല്ലേ? അല്ലെ, ഇത് ഇന്ത്യ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അല്ലെ, ഗവൺമെന്റിന്റെ ഇതിനകത്തൊക്കെ ആണെങ്കിലും ഇത്ര വേക്കൻസികൾ അവർക്കല്ലേ മാറ്റിവെച്ചിട്ടില്ലേ? ഇല്ലേ? റിസർവ് ചെയ്തിട്ട് അവർക്കായിട്ട് വെച്ചേക്കുന്നതാണ് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതെന്താണ്, ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെയുള്ള ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കൊക്കെ? ഷെഡ്യൂൾഡ് കാസ്റ്റിന്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫിസിക്കലി ഹാൻഡികാപ്റ്റഡ്. In addition, trade union plays a prominent position in recruitment. കണ്ടോ, ട്രേഡ് യൂണിയനും തൊഴിലാളി സംഘടനകള്, ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി സംഘടനകൾ, തൊഴിലാളി സംഘടനകളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോമിനന്റ് പൊസിഷൻ ഇൻ റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന് ഒരു വളരെയധികം പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഇതും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകള്. ദിസ് ഹാമ്പേഴ്സ്, ഹാമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തടസ്സങ്ങളാണ് കേട്ടോ. ഹാമ്പേഴ്സ് ദ മാനേജ്മെന്റ് ഫ്രീഡം. ഇത് മാനേജ്മെന്റ് ഫ്രീഡത്തിന് തടസ്സം വരുത്തുന്നില്ലേ? മാനേജ്മെന്റിന് ഇഷ്ടമുള്ള ഇത് നിയമിക്കാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റ്സിന് ഇതാക്കാൻ പറ്റുമോ?
കുറച്ച് റെഗുലേഷൻസും കാര്യങ്ങളും അവിടെ ഉണ്ട്. അതിനനുസരിച്ചുള്ള എംപ്ലോയീസിനെ നിയമിക്കാവൂ എന്നാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റിന്റെ ഫ്രീഡത്തിനെ എന്ത് ചെയ്യുന്നു? ഹാമ്പേഴ്സ്, തടസ്സപ്പെടുത്തുന്നു. ദിസ് ഹാമ്പേഴ്സ് ദ മാനേജ്മെന്റ് ഫ്രീഡം ടു ചൂസ് ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. അതിന് യോഗ്യരായിട്ടുള്ള, പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതിന് ആ മാനേജ്മെന്റിന്റെ ഫ്രീഡത്തെ തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഗവൺമെന്റ് റെഗുലേഷൻസ്, ട്രേഡ് യൂണിയൻസ് ഒക്കെ അതിനകത്ത് വന്നേക്കുന്നത്. This recruitment sources can be limited by union regulation if the candidate does not fulfill the criteria set by the union. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് യൂണിയന്റെ, ആ യൂണിയൻ ഇല്ലേ, ആ യൂണിയന്റെ ആ ഒരു നിയന്ത്രണ പ്രകാരം ഈ റിസോഴ്സുകള്, ഈ റിക്രൂട്ട്മെന്റ് റിസോഴ്സുകള് പരിമിതപ്പെടുത്തുന്നതാണ്. കണ്ടോ? അതായത് യൂണിയൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ കാൻഡിഡേറ്റ്സ് ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ അല്ലേ? If the candidate does not fulfill the criteria set by the union. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? ആ യൂണിയൻ സെറ്റ് ചെയ്തേക്കുന്ന ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങള് ആ കാൻഡിഡേറ്റ്സ് ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെന്റ് സോഴ്സസ് ക്യാൻ ബി ലിമിറ്റഡ് ബൈ യൂണിയൻ റെഗുലേഷൻസ്. കണ്ടോ? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ആ യൂണിയന്റെ നിയന്ത്രണങ്ങൾ പ്രകാരം റിക്രൂട്ട്മെന്റ് സോഴ്സ് പരിമിതപ്പെടുത്താവുന്നതാണ്, അല്ലെ? പരിമിതപ്പെടുത്തുന്നതാണ്. അതായത് കാൻഡിഡേറ്റ്സ് അത് ആ ക്രൈറ്റീരിയ, യൂണിയൻ പറഞ്ഞ ക്രൈറ്റീരിയ കാൻഡിഡേറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ. ക്ലിയർ ആയോ? ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്രത്യേക റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്, ഇത്ര സീറ്റ് അവർക്കുണ്ടെന്നുണ്ട്. അപ്പൊ അത് ആ മാനേജ്മെന്റിന് ആ യോഗ്യരായ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡത്തെ തടസ്സപ്പെടുത്തുക ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഒരെണ്ണം കൂടി ഉണ്ട്. ഏതാണ്? കോമ്പിറ്റേറ്റേഴ്സ്. കോമ്പിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. മറ്റു ഓർഗനൈസേഷനുകളാണ് കോമ്പിറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. Generally, okay, the recruitment function is also influenced by the recruitment policy of the competitors. Competitors, ഇപ്പൊ എനിക്കൊരു സ്ഥാപനം ഉണ്ട്, എന്റെ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ വേറൊരു സ്ഥാപനം തുടങ്ങുന്നവര്. ഇതൊരു മത്സര ഫീൽഡ് അല്ലേ ശരിക്കും, അല്ലേ? ഇപ്പൊ ഞാനൊരു പുതിയൊരു കമ്പനി തുടങ്ങി, എന്റെ ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും അതേപോലെ തന്നെ ഒരു കമ്പനി തുടങ്ങി. അപ്പൊ എന്റെ കോമ്പറ്റേറ്റേഴ്സ് ആരാണ്? അവരാണല്ലേ. അതാണ് കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റു ഓർഗനൈസേഷനുകളെയാട്ടോ ഉദ്ദേശിക്കുന്നത്. The recruitment function is also influenced by the recruitment policy of the competitors. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ആ കോമ്പറ്റേറ്റേഴ്സിന്റെ പോളിസികളെ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ കുറച്ച് നയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെ? നമ്മുടെ കോമ്പറ്റേറ്റേഴ്സും കുറച്ച് എന്തുണ്ടായിട്ടുണ്ടാവും? അവരുടെ നിയമിക്കാനുള്ള കുറച്ച് റിക്രൂട്ട്മെന്റ് പോളിസികൾ ഉണ്ടാവാം. അത് ആ പോളിസികളാണ്, റിക്രൂട്ട്മെന്റ് പോളിസി ഓഫ് ദ കോമ്പറ്റേറ്റേഴ്സ് ആണ് ഏത് റിക്രൂട്ട്മെന്റ് ഫംഗ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനം ചെയ്യുന്നത്. ഓക്കെ, ജനറലി ഓർഗനൈസേഷൻ ചേഞ്ച് ദെയർ റിക്രൂട്ട്മെന്റ് പോളിസി. നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ കുറെ ആളുകൾ കൊണ്ടുവന്നെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ പോളിസികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അല്ലേ? To match up with the competitors policy. കോമ്പറ്റേറ്റേഴ്സിന്റെ പോളിസി ആയിട്ട് പൊരുത്തപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും നമുക്ക് അവർ ചെയ്യുന്നേക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ കുറച്ചും കൂടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റിക്രൂട്ട്മെന്റ് നയങ്ങളിൽ ചേഞ്ച് വരുത്താൻ പറ്റും, അല്ലേ? അപ്പൊ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ളതാ. ചിലപ്പോ നമ്മൾ അത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരില്ല. അപ്പൊ നമ്മുടെ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെ? അവര് so that they can compete in the market. അങ്ങനെ അവർക്ക് ആ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാം. അതായത് റിക്രൂട്ട്മെന്റ് പോളിസികളിൽ മാറ്റം വരുത്തുമ്പോൾ അതനുസരിച്ച് മാർക്കറ്റിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് കമ്പനികൾ തമ്മിൽ എന്തുണ്ടാവും? ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുപോലെ, ഞാനും എന്റെ കോമ്പീറ്റർ ആരെങ്കിലും ആവട്ടെ,
അവര് കമ്പനി തുടങ്ങി. അപ്പൊ നമ്മൾ തമ്മിൽ ഞാനും അവരും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വന്നില്ല അവിടെ ആ ഒരു ഫീൽഡില്. എന്നെ പോലെ തന്നെ കമ്പനി അവര് തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്റെ റിക്രൂട്ട്മെന്റ് പോളിസികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അല്ലെ എന്ത് ചെയ്യും? അപ്പൊ അതിനനുസരിച്ച് അവരും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്, റിക്രൂട്ട്മെന്റ് പോളിസിയിൽ മാറ്റം വരുത്തുമ്പോൾ അതനുസരിച്ച് മാർക്കറ്റിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ കമ്പനികൾ തമ്മിൽ എന്തുണ്ടാവും? ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? സോ ദാറ്റ് ദേ ക്യാൻ കോമ്പീറ്റ് ഇൻ ദ മാർക്കറ്റ്. അവര് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യും. കമ്പനികൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. ഓക്കെ, അത്രയാണ് ഇതില് വരുന്നത്, എക്സ്റ്റേണലിൽ വരുന്നത് കേട്ടോ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ, ബാക്കിയത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ അത്രയും കുറച്ച് എടുത്തുള്ളൂ, ഒരു പേജ് 2 പേജിന്റെ അടുത്ത് എടുത്തേ ഉള്ളൂ. ഇത്രയും ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇന്ന് തന്നെ വായിക്കുക. ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഓക്കെ, ബാക്കിത്തെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.